ഒരേ താലൂക്ക്, പക്ഷേ ഒരേ കാലാവസ്ഥയാണോ? കുന്നിൻ മുകളിലെ തണുപ്പും കടൽ തീരത്തെ ഉഷ്ണവും തമ്മിലുള്ള ദൂരം എത്രയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് തളിപ്പറം നോർത്ത് BRCയിലെ ഒരു കൂട്ടം കുട്ടി ഗവേഷകർ ഇറങ്ങിത്തിരിച്ചത്. GHS ശ്രീപുരം, NSS HSS ആലക്കോട്, GHS തടിക്കടവ് എന്നീ വിദ്യാലയങ്ങളിലെ 30 വിദ്യാർത്ഥികൾ സ്കൂൾ വെതർ സ്റ്റേഷനുകളെ ആയുധമാക്കി നിരീക്ഷണങ്ങൾ നടത്തി. ഉയരവും ഭൗമസ്ഥാനവും കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് കണ്ടെത്താനായി മലയോര മേഖലയും തീരപ്രദേശത്തെയും കോർത്തിണക്കിയാണ് ഈ ഗവേഷണം നടത്തിയത്. കേരള വെതർ സ്റ്റേഷൻ ഓഫീസ് കണ്ണൂർ, വെതർ മോണിറ്ററിംഗ് സ്റ്റേഷൻ പറശ്ശിനിക്കടവ് എന്നീ സ്ഥാപനങ്ങളുടെയും വിദഗ്ധ മെന്റർമാരുടെയും സഹകരണത്തോടെ പഠനം പൂർത്തീകരിച്ചു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, കാലാവസ്ഥ ഘടകങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ അവതരിപ്പിക്കാനായി വേദിയിലേക്ക് വരുന്നു നമ്മുടെ കുട്ടി ഗവേഷകരായ ഹരിമാധവ്, ശ്രീബാല കെ. ടീച്ചറേ, ഇന്നലെ ഇച്ചിരി തേങ്ങ ഉണക്കാനിട്ടിട്ട് വാസുവിന്റെ മോളുടെ കല്യാണത്തിന് പോയതാ. വരുമുണ്ട് മൊത്തം നനഞ്ഞിരിക്കുന്നു. ഈ ഓർക്കാപ്പുറത്തുള്ള മഴയെ. ഇത്രയുള്ള കാര്യം. ഈ വെയിലും മഴയെല്ലാം നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനുള്ളതല്ലേ ഉള്ളൂ. അതെങ്ങനാ? അതിനല്ലേ നമ്മുടെ സ്കൂൾ വെതർ സ്റ്റേഷൻ. സ്കൂൾ വെതർ സ്റ്റേഷനോ? അതെന്താ? അതറിയില്ലേ? ഇപ്പൊ മിക്ക സ്കൂളുകളിലും അതുണ്ടല്ലോ. ഇതിലൂടെയല്ലേ നമ്മളെ ദിനാവസ്ഥ പ്രവചിക്കുന്നത്. ഇതൊക്കെ പ്രവചിച്ചിട്ട് എനിക്കെന്ത് കാര്യം? പോണ്ടത് പോയില്ലേ? കാര്യമുണ്ട്. ഇതൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്ക പ്രശ്നങ്ങളും ഒരു പരിധിവരെ തടയാൻ കഴിയും. ഈ കാലാവസ്ഥയൊക്കെ പ്രവചിക്കാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ? പറ്റും. കാലാവസ്ഥയല്ല, ദിനാവസ്ഥ. അതിരിക്കട്ടെ, ഈ കാലാവസ്ഥയും ദിനാവസ്ഥയും തമ്മിൽ എന്തിത്ര വ്യത്യാസം? വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കണമെങ്കിൽ ഒരു 10-35 വർഷത്തെ ഡാറ്റ എങ്കിലും വേണം. ദിനാവസ്ഥ ഒരു ദിവസത്തെ ഡാറ്റ കൊണ്ട് പ്രവചിക്കാൻ പറ്റുമല്ലോ. ഇതൊക്കെ വെച്ച് എന്റെ പ്രശ്നം മറികടക്കാൻ പറ്റുമോ? പറ്റും. ദിനാവസ്ഥ ഉപയോഗിച്ചല്ല, അതുപയോഗിച്ച് നമുക്ക് ചൂടും മർദ്ദവും മഴയുടെ സാധ്യതയൊക്കെ മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ അന്തരീക്ഷത്തിലെ താപനില, അതായത് ചൂട് പെട്ടെന്ന് അങ്ങ് കുറയുകയും അതുപോലെ ഹ്യൂമിഡിറ്റി അഥവാ ഈർപ്പെന്ന് പറയും, ആ സംഭവം പെട്ടെന്ന് കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ മഴ പെയ്യും. അത് 80% ശരിയാനുള്ള സാധ്യതയുണ്ട്. ആണോ? അത് മാത്രമല്ല, നമ്മുടെ ഈ മലയോര മേഖലയിലെ ആടെയുള്ള ഈ ഉരുൾപൊട്ടലും നമ്മുടെ തീരപ്രദേശമായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള വെള്ളപ്പൊക്കവും ഒക്കെ നമുക്ക് ഈ വെതർ സ്റ്റേഷൻ്റെ ഡാറ്റയൊക്കെ ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ട് പ്രവചിക്കാൻ പറ്റും. അത് മാത്രമല്ല, വേറൊന്നും കൂടി ഉണ്ട്. ഈ സാധാരണ ജനങ്ങൾക്ക് നമ്മൾ ഈ ദിനാവസ്ഥയെ കുറിച്ചുള്ള മുന്നറിയിപ്പൊക്കെ കൊടുക്കാനും ഇത് വെച്ച് പറ്റും. പിന്നെ എന്തൊക്കെയാ ഇതിൽ ഉപകരണങ്ങളൊക്കെ വരുന്നത്? ഇതിൽ കുറേ ഉപകരണങ്ങളുണ്ട്. ഇപ്പം കാറ്റിൻ്റെ വേഗത അളക്കാൻ അനിമോമീറ്റർ ഉണ്ട്. പിന്നെ കാറ്റിൻ്റെ ദിശ മനസ്സിലാക്കാൻ വിൻഡ് വെയിൻ ഉണ്ട്. മഴയുടെ അളവളന്ന് ഓരോ കാര്യങ്ങൾ പ്രവചിക്കാനായിട്ട് മഴമാപിനുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ഇതൊക്കെ കൊള്ളാം. പക്ഷെ ഇതൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും? അതിന് നിങ്ങളെപ്പോലുള്ള കർഷകർക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എട്ടിക്കുളം HSSലെ പിള്ളേർ പുതിയൊരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ചേർന്നാൽ എല്ലാം അറിയാൻ കഴിയും. ആണോ? എന്നാൽ ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് തരാം. ശരി ടീച്ചറേ. ശരി, ആയിക്കോട്ടെ. ഇവിടെ ആരും ഇല്ലേ? എന്താ കുട്ടി ഇങ്ങനെ വിളിച്ചു പോകുന്നത്? കോളിംഗ് ബെൽ അടിച്ചൂടെ? അയ്യോ ക്ഷമിക്കണം, ഞാൻ ആ പെട്ടെന്നുള്ള ആവേശത്തില്. ഭയങ്കര ചൂടൊക്കെ അല്ലേ ഇവിടെ. ശരി ശരി, എന്താ കുട്ടിയുടെ വരവിന്റെ ഉദ്ദേശം? ഞാൻ ഒരു സർവേയുടെ ഭാഗമായി വന്നതാ. മലയോര മേഖലയായ ആലക്കോട് നിന്ന് വരുന്നു. പേര് ഹരിമാധവ്. എനിക്കിവിടെ സാധനങ്ങളൊന്നും വേണ്ട. അല്ല ടീച്ചർ, ഞാൻ സാധനം വെക്കാൻ വന്നതല്ല. പിന്നെ ഞാൻ 9ൽ പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി വന്നതാ. ഇവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചു പറഞ്ഞു എന്നെ സഹായിക്കാൻ ടീച്ചറിന് പറ്റുമെന്ന്. അതാ വന്നേ. ഓ ആണോ? ഞാൻ വിചാരിച്ചു. ശരി, വാ കേറിയിരിക്കെ. ഇരിക്കെ. ടീച്ചറെ, ഈ എട്ടിക്കുളത്തെയും ആലക്കോടെയും കാലാവസ്ഥ അല്ല ദിനാവസ്ഥ സംബന്ധിച്ചൊരു പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഞാൻ വന്നത്. ഓ ആണോ? എന്തൊക്കെയാ അറിയേണ്ടത്? ചോദിച്ചോളൂ. ഇവിടെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇപ്പം മഴയെല്ലാം ഭയങ്കര കുറവാ. പിന്നെ ഇന്നലെ ഓർക്കാപ്പുറത്ത് ഒരു മഴ കിട്ടിയായിരുന്നു. ഡിസംബറിലാകെ 1-2 ദിവസം മാത്രമേ മഴ കിട്ടിയിട്ടു. ആണോ? ആലക്കോട് 3-4 ദിവസം മഴ ലഭിച്ചല്ലോ. അതെന്തുണ്ടാവും? അവിടെ ഉയർന്ന പ്രദേശമായതുകൊണ്ടായിരിക്കോ?
ഓ ആണല്ലേ, ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ എട്ടിക്കുളം തീരപ്രദേശമാണ്. അതുപോലെ മലയോര മേഖല എന്തായിരുന്നു? ആലക്കോട്. ആലക്കോട്. ആലക്കോട് മലയോര മേഖലയാ. അപ്പം നല്ല വ്യത്യാസം ഉണ്ടാവും. ഇവിടെയാണ് ഈർപ്പത്തിന്റെ കേസിൽ ആലക്കോടിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? കാരണം ഇവിടെ സമുദ്ര സാമീപ്യം കൂടുതലാണ്. മലയോര മേഖലയിൽ അങ്ങനെ അല്ലല്ലോ. അതുപോലെ മലയോര മേഖലയിൽ സാധാരണ നല്ല തണുപ്പായിരിക്കൂലേ, ഒരു ചൂട് കുറവായിരിക്കൂലേ? അവിടെ താപമൊക്കെ കുറവാ അല്ലേ? പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല ചൂടില്ലേ നിങ്ങൾക്ക്? ഇവിടെ നല്ല ചൂടല്ലേ. അതെന്തുകൊണ്ടാണെന്നറിയോ? ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇവിടെ താഴ്ന്ന പ്രദേശമായതുകൊണ്ടായിരിക്കൂലേ? അതെ അതെ, ഡാറ്റ എടുത്തപ്പോൾ അങ്ങനെ തന്നെയല്ലേ കിട്ടീനി? ഡേറ്റ എനിക്ക് അങ്ങനെ കിട്ടിയേ. അതെന്താന്ന് വെച്ചാൽ ഓരോ 165 മീറ്റർ ഉയരുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുന്നതാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം ഈ ഒരു കണക്ക് അനുസരിച്ചാണ് ഇങ്ങനെ താപനിലയിൽ വ്യത്യാസം വരുന്നത്. അതുപോലെ മർദ്ദം എത്രയായിരുന്നു നമുക്ക് വ്യത്യാസം കിട്ടിയത് ഡാറ്റയിൽ? മർദ്ദം 1 പാസ്കല് ഒക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത്. 1-2 യൂണിറ്റ് അല്ലേ? ചെറിയ വ്യത്യാസം ഉണ്ടാവും. കാരണം ഇത് തീരപ്രദേശവും അത് മലയോര മേഖലയാണ്. അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ എനിക്ക് വെതർ സ്റ്റേഷന്റെ പ്രാധാന്യമൊക്കെ നല്ലോണം അറിയാം അല്ലേ? നല്ല കാര്യം തന്നെ. ശരിക്കും ഈ വെതർ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ നിത്യ ജീവിതത്തിൽ, അതായത് ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇപ്പം ഒരു കർഷകൻ വന്ന് പരാതി പറഞ്ഞതേ ഉള്ളൂ. തേങ്ങ ഉണക്കാനിട്ട് കല്യാണത്തിന് പോയതാ, തിരിച്ചു വന്നപ്പോൾ മൊത്തം നനഞ്ഞു. അങ്ങനെ അടയ്ക്ക, അതുപോലെ നെല്ല്, റബ്ബർ ഷീറ്റ്, ഇങ്ങനെ എത്ര നഷ്ടങ്ങൾ ഉണ്ടാവുന്നേ. പിന്നെ ഈ ദിനാവസ്ഥ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങളല്ലേ? മഴ, താപം, ഈർപ്പം, മർദ്ദം, ഇവയൊക്കെ. അതെ അവ തന്നെയാണ്. അപ്പൊ ശരി ടീച്ചറെ, ഞാൻ ഇറങ്ങിയേക്കുവാ. അല്ല, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇവിടെ കൂടുതലായിട്ടും ലാറ്ററേറ്റ് മണ്ണല്ലേ കാണപ്പെടുന്നത്? അതെ, പലരും വിചാരിക്കുന്നത് തീരപ്രദേശമായതുകൊണ്ട് കൂടുതലും പൂഴിമണ്ണായിരിക്കുന്നത്. പക്ഷെ അങ്ങനല്ല. ഇവിടെ കൂടുതലായിട്ടും ഭൂരിഭാഗവും കാണപ്പെടുന്ന ലാറ്ററേറ്റ് മണ്ണ് തന്നെയാണ്. തീരപ്രദേശത്തോട് അടുത്ത് കിടക്കുന്ന ഭാഗത്തിലാണ് പൂഴിമണ്ണ്, അതായത് മണൽ കാണുന്നത്. വേറെന്തേലും ഉണ്ടോ ഡൗട്ട്? ഇല്ല, ആലക്കോടിന്റെ കേസിൽ എന്ന് പറയുവാണെങ്കിൽ അവിടെ ലാറ്ററേറ്റ് മണ്ണാ കൂടുതലും. പിന്നെ വനഭാഗത്തോട്ട് ചേർന്നൊക്കെ പോവാണെങ്കിൽ നമുക്ക് വനമണ്ണൊക്കെ ഉണ്ട്. എന്നാലും ഭൂരിഭാഗവും ലാറ്ററേറ്റാ. അതുകൊണ്ടാണ് അവിടെ കൂടുതലായിട്ടും റബ്ബർ, കാപ്പി തുടങ്ങിയ കൃഷിയൊക്കെ ആൾക്കാർ നടത്തി വരുന്നത്. ഓ ആണല്ലേ. ശരി ടീച്ചറെ, ഞാൻ ഇറങ്ങിയേക്കുവാ. പിന്നെ ഒരിക്കൽ വരാം. ആണോ? ശരി. എങ്കിൽ എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട കേട്ടോ. ആയിക്കോട്ടെ. ടീച്ചറെ. നീയോ? ഹരിമാധോ, എത്ര നാളായി കണ്ടിട്ട്. വാ, കേറിയിരിക്ക്, കൊടയാട വെക്ക്. എന്തൊക്കെയുണ്ട്? പ്രൊജക്ട് എന്തായി? വല്ലതും തടഞ്ഞോ? എന്ത്? നമ്മള് ഫസ്റ്റ് അടിച്ചില്ലേ പ്രൊജക്റ്റില്? ആണോ? മിടുക്കൻ. ടീച്ചർ അന്ന് പറഞ്ഞ കർഷകനായിരുന്നു എന്റെ ഇൻസ്പിരേഷൻ. ഞാനിപ്പോ ദിവസവും ഡേറ്റ എടുക്കുകയും അതുപോലെ തന്നെ ബാക്കിയുള്ള ജനങ്ങൾക്ക് അത് നൽകുകയും ചെയ്യും. അതുവഴി ഞങ്ങൾ മുന്നറിയിപ്പുകളൊക്കെ അവർക്ക് നൽകാറുണ്ട്. അടുത്തിടെ വന്ന മഴ, ഇതൊക്കെ ഞങ്ങൾ പ്രവചിച്ചിരുന്നു. 80% അതൊക്കെ ശരിയാവും എന്നല്ല ടീച്ചർ പറഞ്ഞേ. അതുപോലെ തന്നെ ഞങ്ങൾ പ്രവചിച്ച 2-3 കേസൊക്കെ ശരിയായി. എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. പിന്നെ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ അവിടെ കൂടുതലാണ്. അപ്പം അതൊക്കെ ഞങ്ങൾ മുൻകൂട്ടിയുള്ള ആൾക്കാരെയൊക്കെ അറിയിച്ചു. അതെ, ഇവിടെയാണ് എന്തായിരിക്കും സാധ്യത? വെള്ളപ്പൊക്കത്തിന്. അവിടെ എത്രയാ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതിന്റെ കണക്കെന്താ? അവിടെ 1.004 വരുന്നേ. സാധാരണയായി 0 മുതൽ 1 വരെയല്ലേ പറയാറ്. അവിടെ 1.004 വരെ അത്രയ്ക്ക് കൂടുതലാണ്. അപ്പൊ അവിടെ നല്ല ഡേഞ്ചർ സോൺ ആണ് അവിടെ. ആയിക്കോട്ടെ. ഡാറ്റ ഒക്കെ എന്നും എടുക്കാറില്ലേ? ഡാറ്റ ഇപ്പൊ സ്ഥിരം നമ്മൾ എടുക്കാറുണ്ട്. നല്ലത്. ഇത് തുടർന്നോളൂ. നിന്റെ ഭാവിയിൽ ഇത് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. എങ്കിൽ ശരി ടീച്ചറെ, എനിക്ക് ട്യൂഷൻ ഉണ്ട്, വേഗം പോണം. ഇത്ര പെട്ടെന്ന് പോവാണോ? ചായ ഒന്നും കുടിച്ചില്ലല്ലോ? അയ്യോ വേണ്ട, സമയം പോയി, ട്യൂഷൻ ഉണ്ട്. ശരി, ആയിക്കോട്ടെ. വരണേ ഇനിയും? വരാം ടീച്ചറെ. ശരി, കൊട എടുക്കാൻ മറക്കണ്ട. അയ്യോ, മഴയത്ത്. സോറി ടീച്ചറെ. ശരി. Thank you. Any questions?
നിങ്ങൾ പറഞ്ഞായിരുന്നു സ്കൂളിലെ വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റത്തിൽ നിന്നാണ് ഇത് എടുത്തതെന്ന്. പക്ഷേ ഞങ്ങളുടെ അവിടെയുള്ള സ്കൂളുകളിലൊന്നും ഈ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഇല്ല. ഒന്നാമത്തെ കാര്യം സ്ഥലപരിമിതിയുണ്ട്, അതൊന്ന്. പിന്നെ എനിക്ക് വേറൊരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. എൻ്റെ അറിവിൽ വെതർ ഫോർകാസ്റ്റിംഗ് ഒരു കെയോട്ടിക് സിസ്റ്റമാണ്. പക്ഷെ അറിയാമല്ലോ, നമ്മുടെ കേരളത്തിൽ മഴ വരുമെന്ന് പറഞ്ഞാൽ വെയിൽ വരും, അങ്ങനെയാണ് ജനറലി അങ്ങനെ ഒരു ടോക്ക് ഉണ്ടല്ലോ. ഇത്രയും കെയോട്ടിക്കായിട്ട് വർഷങ്ങളോളമുള്ള ഡേറ്റ അനലൈസ് ചെയ്തിട്ട് കിട്ടുന്ന വെതർ ഫോർകാസ്റ്റ് പലപ്പോഴും തെറ്റാറുണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞ ആ ടൈപ്പ് ഓഫ് വെതർ ഫോർകാസ്റ്റിന് ആക്യുറസി എന്തോരമുണ്ട്? ഇപ്പം സാധാരണയായിട്ട് നമ്മളിപ്പം പറയുവാന്ന് വെച്ചാൽ ഓരോ മണിക്കൂർ ഇടവിട്ടാണ് നമ്മൾ വെതർ കളക്ട് ചെയ്യുന്നത്, ദിനാവസ്ഥ. അപ്പം അത് കളക്ട് ചെയ്യും. ഓരോ മണിക്കൂറിൽ ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ചാണ് നമ്മൾ ബാക്കിയുള്ളവരെ അറിയിക്കുന്നത്. ഇപ്പം ആ ഉദാഹരണത്തിന് ഇപ്പം പെട്ടെന്ന് ചൂട് കുറഞ്ഞെന്ന് വിചാരിച്ചോ, അതേപോലെ തന്നെ നമ്മുടെ ഹ്യൂമിഡിറ്റി അത് കൂടുകയും ചെയ്താൽ മഴ പെയ്യാനുള്ള ചാൻസ് 80% ഉണ്ടെന്നാണ്. അത് എപ്പോഴും ശരിയാകണം എന്നില്ല, എന്നാൽ ഇൻ കേസ് ചില സമയത്ത് അത് ശരിയായെന്നും വരും. പക്ഷേ നമുക്കത് മുൻകൂട്ടി പ്രവചിച്ചാൽ അത് നന്നായിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പല കൃഷിക്കാരും ഇതേപോലെ തേങ്ങ ഉണക്കാനിടുക, അടക്ക, ഇതൊക്കെ ഇടുന്നുണ്ടാവും. അപ്പം നമ്മളിത് മുൻകൂട്ടി പറയുവാണെങ്കിൽ അവർക്കതൊരു സഹായമായെന്നും വരും. ഒരു മുൻകരുതലായിട്ട് എടുക്കാൻ കഴിയുമല്ലോ. മനുഷ്യൻ്റെ ഇടപെടൽ മൂലം കാലാവസ്ഥാ വ്യതിയാനത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തിയിട്ടുണ്ടോ? കാലാവസ്ഥയല്ല, അതായത് ദിനാവസ്ഥ. കാലാവസ്ഥ ഞാൻ പറഞ്ഞില്ലേ, 30 മുതൽ 35 വർഷമെങ്കിലും അതിൻ്റെ ആ ഒരു ഡാറ്റ നമുക്ക് വേണം. ദിനാവസ്ഥ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഇടപെടൽ മൂലം അത്രയ്ക്ക് അങ്ങോട്ട് മനുഷ്യൻ്റെ ഇടപെടൽ മൂലം മാത്രമല്ല ഇത് മാറി വരുന്നത്. അത് അതിൻ്റെതായ ഓരോ സമയത്ത് ഇപ്പം നമ്മൾ മഴ പെയ്യുന്നത് നമ്മൾ മനുഷ്യൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ലല്ലോ. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം അതുണ്ടാവും. കാരണം നമ്മൾ ഈ പ്ലാസ്റ്റിക് കത്തിക്കും, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മൂലം അത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഇടപെടൽ മൂലം അല്ല പൂർണ്ണമായിട്ടും ദിനാവസ്ഥ മാറി വരുന്നത്. ഡെയിലി ഡാറ്റ എടുക്കുന്ന പറഞ്ഞില്ലേ, അത് ആക്ച്വലി പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചാ? ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ദിനാവസ്ഥ എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ഓരോ മണിക്കൂറിൽ താപനിലയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സംഭവമല്ലേ. അപ്പോൾ ഡെയിലി അതെല്ലാം മണിക്കൂർ എടുക്കൽ പോസിബിൾ അല്ലല്ലോ. അതിന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും? അത് പോസിബിൾ അല്ലാന്നില്ല. നമ്മളിപ്പം 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഐ മീൻ എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് അതിന് വേണ്ടി ഉണ്ടോ, അതോ ഡയറക്റ്റ് നമ്മൾ തന്നെയാണോ അത് ചെയ്യണേ? നമ്മൾ വെതർ സ്റ്റേഷനിൽ പോയിട്ട് ഓരോ മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ വീതം ഇടവിട്ട് ഡാറ്റ കളക്ട് ഉണ്ടോ അതിന് വേണ്ടിയിട്ട്? ആ വെതർ സ്റ്റേഷൻ, സ്കൂൾ വെതർ സ്റ്റേഷൻ ഉണ്ട്. സ്കൂൾ വെതർ സ്റ്റേഷൻ എല്ലാ സ്കൂളുകളിലും അങ്ങനെ ഇല്ല. ഇത് കൂടുതലായിട്ടും ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് വെതർ സ്റ്റേഷനൊക്കെ ഉള്ളത്. അപ്പം നമ്മളെന്ന് പറയുമ്പോൾ പ്രിൻസിപ്പാളിൻ്റെ പെർമിഷനോട് കൂടിയാണ് വെതർ സ്റ്റേഷനിൽ നമ്മൾ 25 ദിവസം നമ്മൾ ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ നമ്മൾ ചെയ്തത്. ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ പൊതുവേ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല. കൂടുതലും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിലാണ് അതിതീവ്ര മഴ കാര്യങ്ങളെല്ലാം നല്ല ഹൈ ഇത് നിൽക്കുന്നത്. ഇപ്പം ആലക്കോടിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ ഓരോ മണിക്കൂർ ഇടവിട്ടെടുത്ത ഡേറ്റയിൽ 133 mm മഴ വരെ ലഭിച്ചു. അത് 1 മണിക്കൂറിൻ്റെ കാര്യമാണ്. അത് അതിതീവ്ര മഴയായിരുന്നു ആ സമയത്ത് ആലക്കോട് ഉണ്ടായിരുന്നത്. ഹലോ, അതായത് നിങ്ങൾ പറഞ്ഞല്ലോ ഇത് സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമാകുന്നു. അപ്പോൾ എന്തൊക്കെ രീതിയിലായിരിക്കും ഇത് സാധാരണ ജനങ്ങളെ സ്വാധീനിക്കുന്നത്, അതായത് അവർക്ക് ഉപകാരപ്പെടുന്നത്? ഇപ്പം ഒരു ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ കേസ് തന്നെ, അതുപോലെ ഈ ന്യൂജൻ കർഷകർക്ക്, ഇപ്പം പഴയ കർഷകർക്ക് നമുക്കറിയാം അവർക്ക് മഴ പെയ്യുന്ന എപ്പോഴാണ്, വെയിൽ വരുന്ന എപ്പോഴാണ്, വിത്തിറക്കേണ്ടത്, വിളവെടുക്കേണ്ടത്, അവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. പക്ഷേ പുതിയതായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നവർക്കൊക്കെ എന്തായാലും ഒരു ഇങ്ങനെ മഴ പെയ്യുമോ, കാരണം ചില വിളകൾക്കൊക്കെ മഴ ഒട്ടും പാടില്ല, ചിലർക്ക് മഴ തന്നെ വേണം. അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ളത് വളരെ ഉപകാരപ്പെടും. പിന്നെ അതുപോലെ റബ്ബർ ഷീറ്റ് ഇതൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൂപ്പൽ പിടിക്കും, നമ്മളത് തുടയ്ക്കണം, അങ്ങനെ എക്സ്ട്രാ പണിയൊക്കെയാണ്. അത് മാത്രമല്ല ഈ ഉരുൾപൊട്ടൽ പോലുള്ള ഇതൊക്കെ അതെന്തായാലും ഒരു ഇതാണല്ലോ. ഈ മലയോര മേഖലയിലുള്ള ഉരുൾപൊട്ടൽ, അതുപോലെ തീരപ്രദേശത്തുള്ള ഈ വെള്ളപ്പൊക്കം, പ്രളയം പോലുള്ള കാര്യങ്ങളെല്ലാം ഇത് വെച്ച് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പ്രവചിക്കാൻ പറ്റും. അത് ശരിയാവും. അതുപോലെ തന്നെ ആലക്കോട് കാപ്പിമല എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. അവിടെ ആലക്കോട് തന്നെ ഏറ്റവും ഉയരം കൂടിയ മേഖല അവിടെയാണ്.
അപ്പോൾ അവിടേക്ക് ഉരുൾപൊട്ടൽ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ വെതർ സ്റ്റേഷൻ്റെ അവിടുന്ന് 2 കിലോമീറ്റർ ചുറ്റളവിൽ 1.004% ആണ് ഈ ഉരുൾപൊട്ടലിൻ്റെ സാധ്യത. അത് സാധാരണ 0 തൊട്ട് 1 വരെ പറയാറ്, പക്ഷേ നമ്മുടെ അതിൽ കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഈ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലിനൊക്കെ ഉള്ള സാധ്യത നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ സാധിക്കുക, അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ സാധിക്കുക? നമ്മൾ വാട്സപ്പ് കൂട്ടായ്മ, അതുപോലെ കുടുംബശ്രീ, നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണം അതായത് പഞ്ചായത്ത് അവിടേക്ക് നൽകി കഴിഞ്ഞാൽ അവർ ആ ഒരു ഗ്രാമത്തിൽ തന്നെ അവരത് എത്തിക്കും. അങ്ങനെ ഒരുപാട് നമ്മൾ വാട്സപ്പ് കൂട്ടായ്മ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതെങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമുള്ള ഡാറ്റ കളക്ട് ചെയ്തത് കൊണ്ട് ഉരുൾപൊട്ടലിൻ്റെ സാധ്യത മനസ്സിലാവില്ല. ഇപ്പോൾ പറഞ്ഞ് ഈ കാപ്പിമല പോലുള്ള പ്രദേശങ്ങളിൽ ഇവരുടെ സ്കൂളിൽ നിന്നും വരുന്ന ഉയരം കൂടിയ പ്രദേശങ്ങളിൽ വരുന്ന കുട്ടികളുണ്ടാവില്ല. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ നമ്മൾ ഓരോ മഴമാപിനികൾ നമ്മളായിട്ട് നിർമ്മിച്ച് അവിടെ സ്ഥാപിക്കും. അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു ആൾട്ടിറ്റ്യൂഡ് എല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്കത് പറയാൻ പറ്റും. അതാണ് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. ജഡ്ജസ് ഒരു മിനിറ്റ്. ആ, എത്ര നേരം ലാസ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ. നിങ്ങൾ പറഞ്ഞല്ലോ ഇത് സാധാരണക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന്. സാധാരണ മീൻസ് കർഷകരെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഒരു പ്രൊജക്റ്റാണ് ഇതെന്ന്. അപ്പോൾ കർഷകർക്ക് ഇത് നമ്മൾ നിങ്ങൾ പറയുന്നു സ്കൂളിലേക്കാണ് ഇത് ഈ ഒരു സ്കൂൾ വെതർ സ്റ്റേഷൻ വെക്കുന്നത് പറയുന്നു. അപ്പോൾ സ്കൂളിൽ വന്ന് കർഷകർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, പറ്റില്ല. അത് അവരെ എങ്ങനെ എത്തിക്കുന്നു? അതെ, പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കർഷകർക്ക് ഇങ്ങനെ വാട്സപ്പ് കൂട്ടായ്മ വഴിയും കുടുംബശ്രീ വഴിയും പഞ്ചായത്ത് വഴിയൊക്കെ ഈ വിവരങ്ങൾ കൈമാറുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഡെയിലി അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമല്ലേ? ആ, ഡെയിലി അപ്ഡേറ്റ് ചെയ്യും. ഇവരുടെ സ്കൂളിൽ തന്നെ എത്ര വർഷം, 5 വർഷത്തെ തുടർച്ചയായിട്ട് ഇവരുടെ ജോഗ്രഫി സാർ എടുത്തു വരുന്നുണ്ട്. ഇപ്പം ഞങ്ങളും അതിൽ തന്നെ പങ്കാളികളാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതിൽ. കർഷകരുടെ ഈ സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കർഷകരെ സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾക്ക് വേണേൽ സ്പീക്കർ ഉപയോഗിക്കാം. നമുക്കിപ്പം പൊതുസ്ഥലങ്ങളിൽ സ്പീക്കർ അധികം ഉപയോഗിക്കാൻ പാടില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം അറിയാവുന്നവരുടെ അടുത്തൊക്കെ നമുക്ക് പാസ് ചെയ്യാം ഈ വിവരങ്ങളൊക്കെ. സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ തന്നെ ഈ കർഷകർക്ക് ഒരു കൂട്ടായ്മ എന്തായാലും ഉണ്ടാവില്ല. അവർ പുറത്തിറങ്ങാൻ നിൽക്കുന്നവരല്ലല്ലോ. അപ്പം പഞ്ചായത്ത് വഴിയൊക്കെ വാട്സപ്പ് കൂട്ടായ്മ തന്നെ വേണമെന്നില്ലല്ലോ. അത് നമുക്ക് പറഞ്ഞാണേലും മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ആ സ്കൂളിൻ്റെ ചുറ്റുപാടുള്ള കർഷകരിപ്പോൾ വളരെ കുറവാണ്. പക്ഷെ എന്നാലും ഉള്ളവർക്ക് നമ്മൾ അങ്ങനെ ഒരു അവബോധം നൽകി വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ജഡ്ജസ് എത്ര നേരം നിൽക്കുമെന്ന് പറയാൻ പറ്റുമോ? എത്ര നേരം നിൽക്കുമെന്ന് പറയാൻ പറ്റുമോ? മഴ എത്ര നേരം നിൽക്കുമെന്ന് പറയാൻ പറ്റുമോ? മഴ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താപനില കുറയുകയും ഹ്യൂമിഡിറ്റി അതായത് ഈർപ്പം കൂടുകയും ചെയ്യുമ്പോഴാണ് മഴ വരുന്നത്. അപ്പോൾ ഈ താപനില കൂടുകയും ഹ്യൂമിഡിറ്റി കുറയുകയും ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ അന്തരീക്ഷത്തിലെ താപനില കൂടുകയും ഹ്യൂമിഡിറ്റി കുറയുകയും ചെയ്യുമ്പോൾ ഒരു സമയത്തിനുള്ളിൽ മഴ നിൽക്കും. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ മഴ നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ മഴയുടെ ആ ഒരു ലെങ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് എല്ലാ കേസിലും ശരിയാവണമെന്നില്ല. എന്നാൽ ഒരു 80% അത് ശരിയാകും. ജസ്റ്റ് ശക്തമായ മഴ, ശക്തി കുറഞ്ഞ മഴ, അത് അറിയാൻ പറ്റുമോ? ശക്തമായ മഴയാണേലും കുറഞ്ഞ മഴയാണേലും ഹ്യൂമിഡിറ്റി ആ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. താപനില അത്രയും ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മഴ നിൽക്കുന്നത്. ശരി, ഓക്കെ. വളരെ കാലിക പ്രസക്തിയുള്ളൊരു ടോപ്പിക്കാണ് എടുത്തത്. ഇന്ന് നമ്മളിപ്പോൾ ഒരുപാട് കാലാവസ്ഥ പ്രതിസന്ധിയെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ വളരെ നല്ല ചില ക്വസ്റ്റ്യൻസ് വന്നു. ആ കുട്ടി പറഞ്ഞ കയോട്ടിക്കാണ് സിസ്റ്റം, അറ്റ്മോസ്ഫിയർ മോർ കയോട്ടിക്, കൂടുതൽ കയോട്ടിക്കാണ്. നമ്മൾക്കൊരു പ്രവചനക്ഷമത ഓഷനെ അപേക്ഷിച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ചില തോട്ട്സൊക്കെ വന്നു. ഞാൻ അതിലേക്ക് ഒരുപാട് കിടക്കുന്നില്ല, സമയം വൈകുന്നു. പക്ഷേ എനിക്ക് അറിയേണ്ടത് നിങ്ങൾ ഇത് എത്ര ദിവസത്തെ ഡേറ്റയാണ് യൂസ് ചെയ്തത്, ഉപയോഗിച്ചത്? ഈ പ്രൊജക്റ്റിന് വേണ്ടി മാത്രം ഞങ്ങൾ ഒരു 25 ദിവസത്തെ ഡാറ്റയാണ് എടുത്തത്. എന്ന് മുതൽ എന്ന് വരെ? ഡിസംബർ 1 തൊട്ടല്ലേ? ഡിസംബർ 1 തൊട്ട് 25 വരെ. എത്ര വെതർ സ്റ്റേഷൻ? 3 വെതർ സ്റ്റേഷൻ. പട്ടുവം സ്കൂള്, അത് പിന്നെ ഇപ്പം പട്ടുവം അല്ല, എട്ടിക്കുളം, അത് കഴിഞ്ഞ് ആലക്കോട്, ശ്രീപുരം, 3 സ്കൂളിലെ വെതർ സ്റ്റേഷനിൽ നിന്നു. അപ്പോൾ ഈ ഡേറ്റ എങ്ങനെയാണ് അതിൻ്റെ വെതർ സ്റ്റേഷനിലെ, ഞാനത് ചോദിക്കുകയുള്ളൂ, സാമ്പിളിംഗ് ഇൻ്റർവെൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡേറ്റ നിങ്ങൾക്ക് എങ്ങനെയാണ്, ഏതൊക്കെ ഇതിലാണ് കിട്ടിയത്? നമ്മൾ 2 മണിക്കൂർ ഇടവിട്ട് എടുത്ത്, അതായത് നമ്മുടെ കറക്റ്റ് നമ്മുടെ ഇൻ്റർവെൽ സമയം കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഇത് കളക്ട് ചെയ്യാൻ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് മതിയാവും ഏകദേശം. പിന്നെ മഴയുടെ അളവ് നമ്മൾ ഓരോ ദിവസവുമാണ് കളക്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ 9 മണി സമയത്ത്.
എല്ലാ ദിവസവും 9 മണി സമയത്ത് താപനില, ഈർപ്പം അതെല്ലാം അങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? 2 മണിക്കൂർ ഇടവിട്ട്. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ഈ ഡെയിലി ഡാറ്റ അനാലിസിസ് ചെയ്യുന്നത് ഡെയിലി ആവറേജ് ആക്കി പറ്റുമോ? എന്താ ചെയ്തത്? ഡെയിലി ഡാറ്റ ആ ഒരു ദിവസത്തെ മൊത്തം അനലൈസ് ചെയ്യും. എങ്ങനെ, എന്ത് ടൂൾ, എന്ത് മാർഗം വെച്ചിട്ടാണ് നിങ്ങൾ ഇത് അനലൈസ് ചെയ്തത്? ഡാറ്റ അനാലിസിസ് എന്ത് നമ്മൾ ലാപ്ടോപ്പ്, ഫോണൊക്കെ ഉപയോഗിക്കും. അല്ല, എന്തിലിട്ടിട്ടാണ് നിങ്ങൾ ഡാറ്റ? നിങ്ങൾ ചുമ്മാ നോക്കിയാലും 30 ദിവസത്തെ ഡാറ്റ നമുക്ക് നോക്കാം, കൈകൊണ്ട് വരച്ച് നോക്കാം ഗ്രാഫ് പേപ്പറിൽ. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും സോഫ്റ്റ്വെയർസിൻ്റെയോ അങ്ങനെയൊക്കെ സഹായങ്ങൾ എടുത്തിട്ടുണ്ടോ ഈ ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട്? മറ്റുള്ളവരുടെ സഹായം തേടി. മറ്റുള്ളവരുടെ അല്ല, നിങ്ങൾ ഇത് എങ്ങനെ അനലൈസ് ചെയ്തു? ഇപ്പോൾ 30 ദിവസത്തെ ഡാറ്റ എടുത്തിട്ട് കൈകൊണ്ട് വരച്ച് നോക്കുകയാണോ ചെയ്തത്? അല്ല, നമ്മൾ ആ ഒരു ദിവസത്തെ ഡാറ്റ എടുത്തിട്ട് നമ്മൾ അത് ഇപ്പൊ ഈർപ്പം എത്രയുണ്ടെന്ന് അടയാളപ്പെടുത്തി. അങ്ങനെ താപനില എത്ര, ടെമ്പറേച്ചർ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്, അതുപോലെ മർദ്ദം എത്ര പാസ്കലാണ്, അങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയെടുത്തു. ഓക്കെ. എന്തിലടയാളം? അല്ല, ഇത് ചോദിക്കുന്നതേ നമ്മൾ വളരെ നല്ല അപ്രോച്ച്, നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. നമ്മളിത് ചോദിക്കുന്നത് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി. നിങ്ങളിപ്പോൾ 9ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അപ്പോൾ നമ്മളൊക്കെ ഇത് വളരെ ഹ്യൂജ് ഡാറ്റ നിങ്ങൾ പറയുന്ന മറ്റേ സിസ്റ്റത്തിൻ്റെ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിങ്ങിൻ്റെ സഹായത്തോടു കൂടിയാണ് എല്ലാവരും ചെയ്യുന്നത്, ഒരുപാട് പ്രോഗ്രാമിംഗ് ഒക്കെ വെച്ചിട്ട്. ഇത് നിങ്ങൾ ഈ 30 ദിവസത്തെ ഡാറ്റ എങ്ങനെയാണ് നിങ്ങളിപ്പോൾ നമുക്കൊരു ഗ്രാഫ് പേപ്പറിലാണെങ്കിൽ നമുക്ക് വരച്ചു നോക്കാം ടെമ്പറേച്ചർ 30 ദിവസത്തെ. അതെന്ത് മാർഗമാണ് നിങ്ങൾ സ്വീകരിച്ചത്? ടേബിൾ ആക്കിയിട്ട് എടുത്തു, അതുപോലെ നമ്മൾ ഓരോ ഡയഗ്രാം ആക്കിയിട്ടൊക്കെ യൂസ് ചെയ്തു. ഓക്കെ. അത് മഴയുടെ അളവ് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? എന്താ യൂണിറ്റ്? മില്ലിമീറ്റർ. ഓക്കെ. ഒരു ചോദ്യം, നിങ്ങളുടെ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ എങ്ങനെ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എങ്ങനെ കാലാവസ്ഥയെ ബാധിക്കുന്നു സ്വാധീനിക്കുന്നു എന്നുള്ളതാണല്ലോ. ഈ 30 ദിവസത്തെ ഡാറ്റ നിങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ ഈ ആലക്കോട്, മണക്കടവ്, ഇത് കുറച്ച് ഹില്ലി ഏരിയ ആണ്, ഉയർന്ന മേഖലയുള്ളതും ഒന്ന് തീരപ്രദേശമാണ്. ഇവിടെ നിന്ന് നിങ്ങൾ ഈ 30 ദിവസത്തെ ഡാറ്റ അനലൈസ് ചെയ്തപ്പോൾ ഈ 30 ദിവസങ്ങളിലുള്ള വേരിയബിലിറ്റി എങ്ങനെയായിരുന്നു? ഇപ്പൊ ടെമ്പറേച്ചർ മാത്രം എടുക്കുക, ടെമ്പറേച്ചറിന്റെ വേരിയബിലിറ്റി എങ്ങനെയായിരുന്നു എന്ന് നോക്കിയിട്ടുണ്ടോ? ടെമ്പറേച്ചർ മലയോര മേഖലകളിൽ മാക്സിമം വരുന്നത് ഒരു 36 ആ ഒരു റേഞ്ചിലാണ്. മിനിമം 32 ഡിഗ്രി സെൽഷ്യസ് ആണ് മലയോര മേഖലകളിൽ വരുന്നത്. പക്ഷേ അതേസമയം തീരപ്രദേശത്ത് അതിൽ കൂടുതൽ ടെമ്പറേച്ചർ വരുന്നുണ്ട്. ഏകദേശം ഒരു 40 ഡിഗ്രി സെൽഷ്യസ് ആണ് മാക്സിമം വന്നത്. പക്ഷെ എന്നാലും വലിയ കൂടുതലായിട്ട് ഒന്നും കാണപ്പെടത്തില്ല. ഫ്ലക്ച്വേഷൻസ് ഉണ്ടോ പെട്ടെന്ന്? ഈ 30 ദിവസത്തിൽ ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ കണ്ടിരുന്നു? അതായത് തീരപ്രദേശത്ത് താപനിലയിൽ വ്യത്യാസങ്ങൾ കൂടുന്നു, ഈ 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ കുറയുന്നു, എന്താണ് അതിന്റെ വ്യതിയാനങ്ങൾ എന്നുള്ളതൊക്കെ നോക്കിയിട്ടുണ്ടോ? അപ്പം മലയോര മേഖലയെ അപേക്ഷിച്ചിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഇപ്പം 30 ദിവസം കൊണ്ടൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ പ്രവചിക്കല്. അപ്പം നമുക്ക് ഒരു ദിവസത്തേക്ക് ഇച്ചിരിയൊക്കെ ആവും, പക്ഷേ കറക്റ്റ് ഇപ്പം കൂടുകയും കുറയുകയും ഒന്നും അത്രയും ഡേയ്സിനുള്ളിൽ കുറവായിരിക്കും കാണപ്പെടുന്നത്. അത് നമ്മളിത് ഇനി പ്രസന്റ് ചെയ്യുമ്പോൾ ഇത് വളരെ നല്ല ടോപ്പിക്കാണ്. അപ്പം നിങ്ങൾ വളരെ കൃത്യതയോടുകൂടി തന്നെ പ്രിസൈസ് ആയിട്ട് നമ്മളിപ്പോൾ എത്ര ഡിഗ്രി സെൽഷ്യസ് ഡിഫറൻസ് വന്നു ഇത്ര ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ അതിനുശേഷം എന്ത് വന്നു, അങ്ങനെയുള്ള ഒരു രീതിയിൽ കറക്റ്റായിട്ട് തന്നെ നമുക്കിത് പറയാൻ കഴിയണം. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് തീരദേശവും തമ്മിൽ കമ്പാരിസൺ, ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. 165 മീറ്ററിന് വ്യത്യാസം 1 ഡിഗ്രി സെൽഷ്യസ് ഇതിൻ്റെ ഡിഫറൻസ് ഒക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷെ അതല്ലാതെ ഈ ദിവസമുള്ള ഇതിൽ ഈ എങ്ങനെയാണ് രണ്ട് മേഖലകളിൽ വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ടെമ്പറേച്ചർ ഇപ്പോൾ ഡിസംബർ എന്ന് പറയുമ്പോൾ ഒരു വിൻ്റർ സമയമാണ്, ദിവസവും വേരിയേഷൻ ചെറുതായിട്ട് വരുള്ളൂ. ഇപ്പം തീരപ്രദേശത്ത് ഒരു 39 ഡിഗ്രിയാണ് വരുന്നതെങ്കിൽ അതേസമയം മലയോര മേഖലകളിൽ ഏകദേശം ഒരു 37-8 ആ ഒരു റേഞ്ചിൽ. ഇപ്പോൾ ഒരു സജഷൻ മാത്രമാണ്. ഇപ്പോൾ ഈ 30 ദിവസത്തെ ഡാറ്റ എടുക്കാൻ വേണ്ടില്ല, നിങ്ങൾ ഈ എക്യുപ്മെൻസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണകൾ നിങ്ങൾ ഉണ്ടാക്കണം. ഇതിൻ്റെ ഓരോ പാരാമീറ്റേഴ്സിൻ്റെ യൂണിറ്റ്സ് അതെങ്ങനെ നമ്മൾ ചെയ്ത് അതൊക്കെ വൃത്തിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ആദ്യ കാലഘട്ടത്തിൽ 30 ദിവസത്തെ ഡാറ്റയൊക്കെ ഉള്ളൂവെങ്കിൽ വളരെ കുറച്ച് ഡാറ്റയാണ്, നമ്മളത് കൈകൊണ്ട് തന്നെ വരച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് പീക്ക് ഡൗൺ എവിടെയെല്ലാം നമ്മൾ നോക്കിയാലാണ് നമുക്ക് അതിൻ്റെ ഇൻസൈറ്റ്സ് ആദ്യം കിട്ടുള്ളൂ. ഓക്കെ, അതിനുശേഷം നമുക്ക് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ അഭിനന്ദനം അറിയിക്കുന്നു. നല്ല പ്രോജക്റ്റ് ആയിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചോദിക്കുകയും അതിനുള്ള മറുപടികൾ നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ടീം തളിപ്പറമ്പ്.